നാലു വരമ്പിലും കയറി നിന്ന് ആർപ്പു വിളിക്കുന്ന ദേശക്കാർക്കിടയിലൂടെ ചെളിതെറിപ്പിച്ച് കുതിച്ചുപായുന്ന കാളക്കൂറ്റന്മാർ. മണ്ണും മനുഷ്യനും മാടുകളും തമ്മിലുള്ള ജൈവബന്ധത്തിന്റെ പ്രകടമായ സാക്ഷ്യമായ ഈ വിനോദത്തിനു പേര് കാളയോട്ടം. കേരളത്തിൽ വിരലിലെണ്ണാവുന്ന ഇടങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോയിരിക്കുന്ന ഈ കാർഷിക വിനോദം മരമടി മത്സരം, കന്നുപൂട്ട് എന്നിങ്ങനെയുള്ള പേരുകളിലും ആരാധകർക്കിടയിൽ അറിയപ്പെടുന്നു. കൊയ്ത്തു കഴിഞ്ഞ് പെരുമഴയിൽ മുങ്ങി ചെളി നിറഞ്ഞ പാടങ്ങളാണ് കാളയോട്ടത്തിന്റെ ട്രാക്കുകൾ. മത്സരം നടക്കുന്ന ദിവസം പുലർച്ചെ മുതൽ തന്നെ കന്നുകൾ മത്സരം നടക്കുന്ന പാടത്ത് പരിശീലനം തുടങ്ങും. പാടത്തിന്റെ ഒരു വശത്തായി ഉറപ്പിച്ചിരിക്കുന്ന ഒരു കുറ്റിക്ക് സമീപമെത്തി നുകം വെക്കുന്നതോടെയാണ് കാളകൾ ചീറിപ്പായാൻ തുടങ്ങുക. കണ്ടത്തിലെ 4 മൂലകളിലുമുള്ള കുറ്റികളിൽ ഓരോ ബോൾ ഉറപ്പിച്ചിരിക്കും. ഈ ബോളുകളാണ് കാളകൾക്ക് കുതിച്ചുപായാനുള്ള അതിർത്തി രേഖകൾ. ട്രാക്കിന്റെ അതിർത്തി രേഖകളിൽ ചവിട്ടുന്ന അത്ലറ്റുകൾ മത്സരത്തിൽ നിന്ന് ഔട്ടാകുന്നത് പോലെ ഈ ബോളുകളിൽ ഓട്ടത്തിനിടെ കാളകളുടെ കാലുകൾ കൊണ്ടാൽ ബോളുകൾ തെറിച്ചു പോകുകയും കാളകൾ മത്സരത്തിൽ നിന്ന് പുറത്താകുകയും ചെയ്യുന്നു. അപകടങ്ങൾ പറ്റുന്നത് വളരെ ശ്രദ്ധിക്കലാണ്. കാരണം ഈ മണിക്കാള എന്ന് പറയുന്ന സാധനത്തിൽ 2 കാര്യമിടും. പിന്നെ അത് ഏത് സമയത്ത് നല്ല ടൈപ്പ് നിൽക്കുമ്പോൾ ഈ വട്ടക്കണ്ണി പിടിച്ചിട്ട് മുന്നിലൊക്കെ നിൽക്കുള്ളൂ, അല്ലാതെ നിൽക്കില്ല. പിന്നെ ഒരാൾ പിടിച്ചെടുത്തിട്ട് 2 ആൾ കൂടി കഴുകുക, നിത്യേന കഴുകും, വെള്ളത്തിൽ നിന്ന് കഴുകും. കാളയോട്ടത്തിൽ കാളകളെ നിയന്ത്രിക്കുന്നവർക്ക് ജാക്കികൾ എന്നാണ് പേര്. ഓരോ മത്സരത്തിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കാളകൾക്ക് കഴിഞ്ഞാൽ അതിന്റെ ക്രെഡിറ്റ് ജാക്കികൾക്ക് കൂടി അവകാശപ്പെട്ടതാണ്. കാണികൾ നോട്ടുമാല അണിയിച്ചാണ് ഇവരെ അഭിനന്ദിക്കുക. വരമ്പിൽ നിൽക്കുന്ന കാണികൾ സന്തോഷത്തോടെ നൽകുന്ന പണം ജാക്കികൾ അഭിമാനപൂർവ്വം ഏറ്റുവാങ്ങുന്നു. ചെറുപ്പം മുതൽ തുടങ്ങിയ പരിപാടിയാണ്. ഇതുകൊണ്ടാണ് നമ്മുടെ ജീവിത പ്രശ്നം പോണത്, വീട്ടിലെ ചിലവ് എല്ലാം ഇതുകളൊക്കെ പോണത്. അപ്പോൾ അത് സ്റ്റേ വന്നപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെ നീങ്ങി കിട്ടിയാൽ മതി എന്നുള്ളൊരു അഭിപ്രായം എല്ലാവരും എത്തും. 7 ജാക്കികളെങ്കിലും ഒരു ജോഡി കാളയ്ക്കൊപ്പം മത്സരത്തിനായി പാടത്തിറങ്ങുന്നു. കയറിൽ പിടിച്ച് കാളയെ നിയന്ത്രിക്കാനും വാലിൽ പിടിച്ച് വേഗത വർദ്ധിപ്പിക്കാനും ജാക്കികൾ മത്സരത്തിലുടനീളം ഏകാഗ്രത പുലർത്തുന്നു.
വിവാഹക്ഷണവും കാളയോട്ട മത്സരക്ഷണവും ഒരുപോലെയാണ്. രണ്ടിലും അപാകത സംഭവിച്ചാൽ ആളെത്താറില്ല. പല സ്ഥലങ്ങളിലായി ചിതറിക്കിടക്കുന്ന ടീമുകളെ യഥാവിധി ക്ഷണിക്കാനാണ് പെടാപ്പാട്. കുശലം പറഞ്ഞ് കാളകളെ ഒന്ന് തലോടി ടീമിന്റെ ശൗര്യത്തെക്കുറിച്ച് വാചാലരായി വേണം ക്ഷണിക്കാൻ. കാളകളെ ചെറുപ്രായത്തിൽ ലക്ഷണം നോക്കിയും ശേഷി നോക്കിയുമാണ് മത്സരക്കാളകളായി തിരഞ്ഞെടുക്കുന്നത്. തമിഴ്നാട് കടമലയിലെ ഗുണമുള്ള കുന്നിൽ നിന്ന് വരുന്ന കാളകളാണ് ഓട്ടത്തിന് കേമന്മാരെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെയുള്ള ഔഷധപ്പുല്ല് തിന്നാണ് ഈ കാളകൾ വളരുന്നതെന്നാണ് വിശ്വാസം. കാളകളുടെ ജനന സമയം നോക്കി അവ മത്സരത്തിന് പറ്റിയതാണോ എന്ന് നിശ്ചയിക്കുന്ന കർഷകരുമുണ്ട്. പൂർണ്ണചന്ദ്രനെ കണ്ട് ജനിക്കുന്ന കാളകൾക്ക് ഉത്തമ ലക്ഷണങ്ങൾ ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ഒരു കാളയും ഒരു മൂരിയും ചേർന്നതാണ് മത്സരത്തിനുള്ള ഒരു ജോഡി കാളകൾ എന്നറിയപ്പെടുന്നത്. കാളയുടെ വരിയുടച്ചതാണ് മൂരി. ലൈംഗിക ആവശ്യങ്ങൾക്കുള്ള ഊർജം കൂടി പാടത്തെ പടയോട്ടത്തിന് ലഭിക്കാനാണ് ഇങ്ങനെ വരിയുടയ്ക്കുന്നത്. വരിയുടച്ചില്ലെങ്കിലും ഇണ ചേർക്കാൻ കാളകളെയും അനുവദിക്കാറില്ല. ഉടക്കാത്ത കാള ഇത് എരുതെന്ന് പറയാം. മൂരിക്ക് ഇത് രണ്ടും കൂടെ ജോഡി, ഈ ജോഡി തമ്മിലപ്പോൾ കൂട്ടുന്നത്. ഇനി അങ്ങനെ ഓരോരുത്തർക്കും ഒരു ഉടക്കാത്ത കാളയും ഒരു ഉടച്ച എരുതും, അതാണ് ഒരു ജോഡി എന്ന് പറഞ്ഞത്. ഇത് രണ്ടും മൂന്നും ജോഡിയുള്ളവരുണ്ട്, ഒരു ജോഡി സ്വന്തമുള്ളവരുണ്ട്. വെണ്ണയും പാലും മുതൽ കോഴിയിറച്ചി വരെ തിന്നുമതിക്കുന്ന കാളക്കൂറ്റന്മാരുടെ തീറ്റഭാഗ്യത്തിൽ അസൂയ തോന്നിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഭക്ഷണം പിന്നെ മുതിര, കുതിര മസാല, കോഴി, അരിഷ്ടം, കോഴിമുട, ഉടുമ്പ്, അങ്ങനെ പല സാധനങ്ങൾ കൊടുക്കും. വൈക്കോലിനു പുറമെ മുതിര, അരിഷ്ടം, മുട്ട, ബാർലി, പരുത്തിക്കുരു, അരിക്കഞ്ഞി എന്നിങ്ങനെ ഭക്ഷണക്രമം വിഭവസമൃദ്ധമാണ്. മുതിര, പിന്നെ വല്ലപ്പോഴൊക്കെ കോഴി, മുട്ട, അങ്ങനെയുള്ള ഇതൊക്കെ കൊടുക്കും. പിന്നെ പുല്ല്, പിന്നെ അങ്ങാടി മരുന്നൂട്ടിയിലെ കോഴിയൊക്കെ കൊടുക്കും. മുട്ടയും പാലും ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് നൽകാറുള്ളത്. കോഴിയിറച്ചിയും ഇടയ്ക്കൊക്കെ നൽകും. ഭക്ഷണം ഒരു ദിവസം ഒരു 3 കിലോമീറ്റർ കൊടുക്കും. പിന്നെ 2 ആഴ്ച കൂടുമ്പോൾ ഒരു കോഴി. പിന്നെ കോഴിക്കയിൽ കുതിര മസാല കൂട്ടി ചേർക്കും. പിന്നെ പുല്ല്, വൈക്കോല്, അങ്ങനത്തെ അരിഷ്ടങ്ങൾ, പശുമൂലാരിഷ്ടം, ബലാരിഷ്ടം, കോഴിമുട്ട, അങ്ങനത്തെ ഒക്കെ കൊടുക്കും. കാളയുടെ അസ്ഥിയിൽ നെയ് വയ്ക്കാൻ വേണ്ടിയാണ് കോഴിയിറച്ചി നൽകുന്നത്. കാലും ചുണ്ടും കറുത്ത പിടക്കോഴിയെ കഴിച്ചാൽ കാളയുടെ സ്റ്റാമിന വർദ്ധിക്കുമെന്ന് പരിശീലകർ പറയുന്നു. നെയ്യും എള്ളും കുഴച്ചാണ് എല്ലില്ലാത്ത ചതച്ച കോഴിയിറച്ചി കാളകൾക്ക് നൽകുന്നത്. മത്സരത്തിന് പാകമായ ഒരു ജോഡി കാളയ്ക്ക് 50,000 രൂപ മുതൽ മുകളിലോട്ട് വില വരും. ആവേശമേറുമ്പോൾ ലക്ഷത്തിലേക്ക് വരും. ഓടുന്നതിനനുസരിച്ച വില. നല്ലപോലെ ഓടിയ അതിൻ്റെ വില അതിനൊരു പാർട്ടിക്കാരൻ കണ്ട അവനത് നല്ല കാളയെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവന് വില പ്രശ്നമല്ല, എന്തും കൊടുത്തു വാങ്ങും. മത്സരം നടന്നു കഴിയുമ്പോൾ തന്നെ പലയിടത്തും വിൽപ്പനയും നടക്കാറുണ്ട്. കളിക്കളത്തിലെ പ്രകടനം നോക്കിയാണ് വിലയിടൽ. മൊത്തം ഒരു 12 ലക്ഷം ഉറുപ്പിയോളം ഈ ഒരു ജോഡിക്ക് വരും.
ഈ ഒരു ജോഡി കന്ന് ഈ മത്സരത്തിന് മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. വേറെവർക്ക് വേറെ പരിപാടിയൊന്നുമില്ല, ഈ മത്സരം മാത്രമാണുള്ളത്. അപ്പോൾ ഇതിനിങ്ങനെ കൊണ്ടുപോവുക, കൂട്ടുക. ഇതിലേറ്റവും ഇപ്പം ഈ റൗണ്ടിൽ സെക്കൻഡ് കുറഞ്ഞിട്ട് വന്ന കന്ന് ഏതാ വെച്ചാൽ അവർക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടും. ഈ 25 സെക്കൻഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞു വരുന്ന കന്ന്, സെക്കൻഡിൽ കുറഞ്ഞു വരുന്ന കന്ന് ഈ 4 റൗണ്ടിലും ഈ പൊന്തക്ക് പൗളാവാതെ വന്നാൽ അവർക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടും. അത് അതിന് താഴെ വന്നവന് സെക്കൻഡ് പ്രൈസ്, അതിന് താഴെ വന്നവന് തേർഡ്, അങ്ങനെ പോകും. ഏഴും 8 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന കാളകളിലെ താരരാജാക്കന്മാരും മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലുണ്ട്. സജ്ജീകരണം അതിന് നോക്കാൻ പിടിക്കാനൊക്കെ ആൾ തിന്നാൻ കൊടുക്കാനും, ഇത് പുല്ല്, കോഴി, ഒരാഴ്ചക്കാഴ്ച കോഴി കൊടുക്കണം, നല്ല തോത്ത് വേണം. അപ്പം ഇയാളെ തോത്തൊക്കെ ഏഷ്യ, ഈ കന്നൊക്കെ ഇടുന്ന തോത്തൊക്കെ ഏഷ്യ, എല്ലാവരും ഇല്ല, ചിലവരിത്. അപ്പോൾ അതൊക്കെ നല്ല സുഖത്തിൽ നിത്യം കഴുകി അത് നോക്കാനൊക്കെ ശമ്പളക്കാർ എല്ലാ ഇതിലും അങ്ങനെ നിർത്തി പോരുന്ന കന്നുകളാണ് ഇപ്പോൾ ഈ കൊടുന്ന് കൂട്ടണമൊക്കെ. അല്ല വെറും പാടത്ത് കൃഷി ഉണ്ടാക്കുന്ന കന്നല്ലതൊന്നും, കൃഷിക്ക് ഉപയോഗിക്കില്ല, ഈ പരിപാടിക്ക് മാത്രം ഉപയോഗിക്കണമെന്ന്. അപ്പോൾ അത് മാത്രമാണ് അവരെ ഉദ്ദേശം. കാള ഉടക്കാത്ത കേക്കൻ കാളയാണ്. ഒരു 10-15 മത്സരങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ ട്രോഫികൾ വാങ്ങുമ്പോഴേ അതിൻ്റെ മാക്സിമം വില കിട്ടുള്ളൂ. ചുവപ്പ് നിറം പോത്തിനെ പോലെ കാളകൾക്കും അലർജിയാണ്. മത്സരം കാണാനെത്തുന്നവർ കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും ചുവപ്പ് ഷർട്ടിട്ട് പാടവരമ്പിൽ നിൽക്കാൻ സംഘാടകർ അനുവദിക്കാറില്ല. ചുവപ്പ് നിറം കണ്ട് വിരളുന്ന കാളകൾ പാടത്തിൽ നിന്നും വരമ്പിലേക്ക് കയറി കാണികളെ ആക്രമിച്ച സംഭവങ്ങൾ നിരവധിയാണ്. മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ ഓരോ 2 ആഴ്ച കൂടുമ്പോഴും കാളയോട്ട മത്സരങ്ങൾ നടക്കാറുണ്ട്. ഇവർ പാലക്കാട് ജില്ലക്കാരാണ്, വല്ലപ്പുഴക്കാരാണ്. പിന്നെ മണ്ണാർക്കാട്ടേതും പിന്നെ കൊണ്ടോട്ടി, കോഴിക്കോടൊക്കെ ഉള്ളവരുണ്ട്, വേറെയുണ്ട്. അങ്ങനെ പല പാർട്ടിക്കാരുണ്ട്. വീട് വണ്ടൂർ, മലപ്പുറം ജില്ല. മലപ്പുറം ജില്ലയിലെ ജാസ്തി, കോഴിക്കോട്, പാലക്കാട് ഇവിടെയൊക്കെ ഉണ്ട്. നിങ്ങളെ തൃശ്ശൂർ ആദ്യമായിട്ടാണ്? അതിന് തൃശ്ശൂർ ഉണ്ടായി പറ്റ ആൾക്കാർ അങ്ങനെ തന്നെ ഒരു സാറായിട്ടാണ് പറ്റത് പരിപാടിയൊക്കെ. മാസത്തിൽ 2 പ്രാവശ്യമാണ് ശരിക്ക് കാള കൂട്ടൽ. ഫുട്ബോൾ രംഗത്തെ മോഹൻ ബഗാൻ, ഈസ്റ്റ് ബംഗാൾ തുടങ്ങിയ ക്ലബ്ബുകൾ പോലെ കാളയോട്ട രംഗത്തെ പ്രഗത്ഭ ക്ലബ്ബുകളാണ് കൽക്കോ, CC ബ്രദേഴ്സ്, കുഡു ബേക്കറി തുടങ്ങിയവർ. ട്രോഫിക്ക് വേണ്ടി മലബാർ വിഷൻ സംഘടിപ്പിക്കുന്ന കാളപ്പെട്ടി പരിപാടിയും 1, 2, 3, 4 സ്ഥാനങ്ങൾ കരസ്ഥമാക്കുന്ന സ്വർണ്ണ കപ്പിന് വേണ്ടി 1, 2, 3, 4 സ്ഥാനം കരസ്ഥമാക്കുന്ന കന്നുകൾ വിഭാഗങ്ങൾക്ക് ട്രോഫികൾ സമ്മാനമായി നൽകുന്നതാണ്. നാളെ പാലക്കാട് വല്ലപ്പുഴ ചെട്ടിയാർതൊടി കാക്കു എന്ന CT മുഹമ്മദാണ് കേരളത്തിൽ ഇന്നറിയപ്പെടുന്ന ഏറ്റവും വലിയ കാളയോട്ട പ്രണയി. ലക്ഷങ്ങൾ വിലമതിക്കുന്ന 3 ജോഡി കാളകളും അനേകം ജാക്കികളുമായി തൻ്റെ പുത്തൻ ലിമൂസിൻ കാറിലാണ് ഇദ്ദേഹം പാടശേഖരങ്ങളിലെ പടയോട്ടത്തിന് എത്തിച്ചേരുന്നത്. ഏതെങ്കിലും പൂട്ടിനെ സ്വന്തം കന്ന് തോറ്റാൽ ജയിച്ച കന്നിനെ അവിടെ വെച്ച് വില പറയും. 10 ലക്ഷം വരെ വിലമതിക്കുന്ന തൻ്റെ 15 ജോഡി കന്നുകൾക്കായി സ്വന്തം ഗ്രാമത്തിൽ ശീതീകരിച്ച തൊഴുത്തും വൈക്കോലിനായി 100 ഏക്കർ പാടവും ഇദ്ദേഹത്തിനുണ്ട്. 4 കോടി രൂപ മാസം വരുമാനമുള്ള ഈ ഗൾഫ് വ്യാപാരി മാസം 14 ലക്ഷത്തോളം രൂപ ഈ കാർഷിക വിനോദത്തിനായി ചെലവിടുന്നു. 100ഓളം പണിക്കാരെ കാളകൾക്കായി നിയമിച്ചിട്ടുള്ള ഇദ്ദേഹത്തിന്റെ ജീവിതകഥയിൽ പൊടിപ്പും തൊങ്ങലും ചേർത്താണ് രാജമാണിക്യമെന്ന സിനിമയുണ്ടായത്. തന്റെ 2ാമത്തെ മകനെ ബദർ മാണിക്യമെന്ന് പേരിടാൻ മുഹമ്മദിനെ അതുകൊണ്ട് തന്നെ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല. കന്നിനോട് 42 കൊല്ലമായി.
ഓർമ്മ വെച്ച നാൾ മുതൽ ഇവരപ്പാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഒരു 10 കൊല്ലം ദുബായിലായിരുന്നു. പിന്നെ തന്നെയാണ് പരിപാടി. ഇതിൻ്റെ ഉപ്പാടെ ഉമ്മാടപ്പായിട്ട് തുടങ്ങിയ പരിപാടിയാണ്. ഒരു 40 വർഷം അവർ. എന്നിട്ട് ഇത് നിർത്തിയതിന് ശേഷം നമ്മൾ വീണ്ടും തുടങ്ങിയാണ്. അപ്പം ഇത് കാരണം നമുക്ക് കേരളത്തിൽ 100 ഏക്കർ പാടം നട്ടിട്ട് പറ്റക്ക് വൈക്കോലിന് വേണ്ടിയിട്ട് അതിൻ്റെ നെല്ല് ഇവരൊക്കെ തിന്നും. അരിയൊക്കെ അവർക്കുള്ള വൈക്കോലുണ്ടാക്കുക കാര്യങ്ങളൊക്കെ തന്നെ. ഇപ്പോൾ 4 കോടി കാളക്കന്ന് 4 കോടി പോത്തുങ്കന്ന് ഞാനും 2 വരെ പഠിച്ചിട്ടുള്ളൂ. എനിക്കും ഇംഗ്ലീഷ് ഒന്നും അറിയില്ലെങ്കിൽ ഒരു എല്ലാ വാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തന്നെയാണ്. മമ്മൂട്ടി രാജനെ പിന്നെ ഈ കോൺഗ്രസ് കൂടെ ഈ മുറുക്കാൻ തുപ്പുക, ഈ കണ്ണട വെക്കുക, ഇതൊക്കെ ഒരു കുഴപ്പമില്ല. കാളപൂട്ട് മത്സരം മൃഗപീഡനമാണെന്നും ഇത് നിരോധിക്കണമെന്നും ഒരു വിഭാഗം ജന്തുസ്നേഹികൾ ആവശ്യപ്പെടുന്നുണ്ട്. കാളകളെ വാലിൽ കടിച്ച് മുറിവേൽപ്പിച്ചും തലയുടെ വശങ്ങളിൽ തല്ലിയും മത്സരത്തിനിടെ പീഡിപ്പിക്കുന്നു എന്നാണ് ഇവർ ആരോപിക്കുന്നത്. എന്നാൽ സ്വന്തം പുരയിടത്തിൽ പോലും കൃഷി ചെയ്യാൻ അറിയാത്തവരും സ്വന്തമായൊരു വളർത്തുമൃഗം പോലും ഇല്ലാത്തവരുമാണ് വലിയ ജന്തുസ്നേഹികളായി രംഗത്തു വരുന്നതെന്നാണ് കാളയോട്ട പ്രണയികൾ പരിഹസിക്കുന്നത്. നിരോധിക്കുമെന്ന് പറഞ്ഞ് കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ പലരും പറയുന്നുണ്ടാവും. പക്ഷേ നിരോധനം ഇതുവരെ നടത്താൻ കഴിഞ്ഞിട്ടില്ല. പണ്ട് ഞങ്ങൾ ഇടക്കര കണ്ടത്തിലൊരു പുതിയൊരു ഗ്രൗണ്ട് ഞങ്ങൾ കളിച്ച് കാളൗട്ട് നടത്തുമ്പോൾ കലക്ടർ നിരോധനമൊക്കെ വന്നതാണ്. അത് അപ്പോൾ തന്നെ 2-3 മണിക്കൂർ കൊണ്ട് അത് പിൻവലിപ്പിച്ച് ഞങ്ങൾ കാളൗട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് കൂടുതൽ ആൾക്കാർ ഇതിന് സപ്പോർട്ടാണ്. കേരളോത്സവം പോലെയുള്ള മേളകളിലാണ് വംശനാശ ഭീഷണി അനുഭവപ്പെടുന്ന ഈ കാർഷിക വിനോദം കേരളത്തിലെ ഇതര പ്രദേശങ്ങളിലുള്ളവർക്ക് ഇന്ന് അനുഭവവേദ്യമാകുന്നത്. ഓരോ തവണ മത്സരങ്ങൾ പ്രഖ്യാപിക്കുമ്പോഴും ആരാധകരുടെ മനസ്സിലെ ആവേശത്തിനൊപ്പം പത്രങ്ങളിലൂടെ വിവാദങ്ങളും വളരുന്നുണ്ടെങ്കിലും കേരളത്തിന്റെ കാർഷിക വിനോദ ഭൂപടത്തിൽ കാളയോട്ടം അടയാളപ്പെടുത്തുന്നത് കൂട്ടായ്മയുടെ മഹോത്സവമാണ്. മണ്ണിന്റെയും മാടിന്റെയും മനസ്സറിഞ്ഞ കർഷകരുടെ മഹോത്സവം.